മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് സിംഗിൾ മീനിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അതിനകത്താണ് കുറച്ചും കൂടെ തിയറി ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ്. അതായത് ഒരു പോപ്പുലേഷൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷനായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പിളിൽ നിന്നും നമ്മൾ ടെസ്റ്റിങ് ചെയ്തിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുവാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിപ്പം സിംഗിൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ്, നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനെ നമുക്ക് P0 അല്ലെങ്കിൽ ക്യാപിറ്റൽ P സ്പെസിഫിക് പ്രൊപ്പോർഷനെ P0 എന്ന് എടുത്താൽ P = P0 ആണ് നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് വരിക. ഇനി ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 3 രീതിയിൽ വരാം. P ≠ P0, അല്ലെങ്കിൽ P > P0, അതും അല്ലെങ്കിൽ P <P0. ഈ കേസിൽ ഇത് 2 tailed ടെസ്റ്റാണ്. ഇത് റൈറ്റ് ടെയിൽഡ് ഗ്രേറ്റർ ദാൻ വരുന്നതുകൊണ്ട് റൈറ്റ് ടെയിൽഡ് ടെസ്റ്റാണ്. ഇത് ലെഫ്റ്റ് ടെയിൽഡ് ആണ്. അപ്പോൾ ഈ 3 കേസിൽ ഏതാണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നീട് നമ്മൾ സാമ്പിൾ ലാർജ് ആണോ സ്മോൾ ആണോ നോക്കുക. ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആണെങ്കിൽ അത് Z ടെസ്റ്റാണ്. ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ N > 30ക്കുള്ള ടെസ്റ്റാണ്. ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ പ്രൊപ്പോർഷൻ വരുമ്പോൾ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു റിസൾട്ടാണ്, ഫോർമുലയാണ്. Z = P cap - P0 ഡിവൈഡഡ് ബൈ √P0 Q0 ഡിവൈഡഡ് ബൈ N. ഇതിലെ ടേംസ് P cap എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രൊപ്പോർഷനാണ്, അതുപോലെ P0 നമുക്കറിയാം അത് പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ്, പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനായിരിക്കും, അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി Q0 എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം 1 - P0 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് എന്ന് പറയുന്നത് സാമ്പിൾ സൈസ്. ഇത്രയും ടേംസ് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. Z = P cap - P0 ഡിവൈഡഡ് ബൈ √P0 Q0 ഡിവൈഡഡ് ബൈ N. ഇനി ഇവിടെ അതുപോലെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കണം. അടുത്ത് നമുക്ക് ക്രിട്ടിക്കൽ വാല്യൂ ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, തന്നിട്ടില്ലെങ്കിൽ ആൽഫ 5% എടുക്കുക. 2 tailed ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് Z∝/2 - Z∝/2 എന്ന് പറയുന്ന 2 ക്രിട്ടിക്കൽ വാല്യൂസ് ആണ്. ഇനി 1 tailed ആണ്, റൈറ്റ് ടെയിൽഡ് ആണെങ്കിൽ Z∝ ആയിരിക്കും ക്രിട്ടിക്കൽ വാല്യൂ, ലെഫ്റ്റ് ടെയിൽഡ് ആണെങ്കിൽ -Z∝ ആയിരിക്കും ക്രിട്ടിക്കൽ വാല്യൂ. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. എ മാനുഫാക്ചറർ ക്ലെയിംസ് ദാറ്റ് ഹിസ് മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് ബോൾസ് ഫോർ വിച്ച് 8% ആർ ഡിഫക്റ്റീവ്. എ റാൻഡം സാമ്പിൾ ഓഫ് 400 ഈസ് ടേക്കൺ ഫ്രം എ ലാർജ് കൺസൈൻമെൻറ്റ് ആൻഡ് ഈസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ 30 ഡിഫക്റ്റീവ് ബോൾസ്. ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ഹിസ് ക്ലെയിം. അതായത് മാനുഫാക്ചർ ക്ലെയിം ചെയ്യുന്നത് ഹിസ് മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് ബോൾസ് ഓഫ് വിച്ച് 8% ഈസ് ഡിഫക്റ്റീവ്. അതായത് ഡിഫക്റ്റീവ് ബോൾസിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെ പ്രോബിലിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദ പോപ്പുലേഷൻ ഈസ് ദ മെഷീൻസ്, ദ ഫാമിലി ഓഫ് മെഷീൻസ്. ആ മെഷീൻസിൽ ഡിഫക്റ്റീവ് ബോൾസ് അതിൻ്റെ പ്രൊപ്പോർഷൻ 8% തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഇനി നമുക്കൊരു സാമ്പിൾ എടുത്തു 400, അതിൽ നിന്നും 30 ഡിഫക്റ്റീവ് ബോൾസ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ വാലിഡിറ്റി ക്ലെയിം ചെയ്യണം. അതായത് 8% ആണ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞത് ശരിയാണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ എന്ന്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് H0 സൊല്യൂഷൻ, നമുക്കിവിടെ H0 ഫിക്സ് ചെയ്യാം. H0, സോ H0 നമുക്കറിയാം. H0 ഈസ് പ്രോബബിലിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഓർ പ്രൊപ്പോർഷൻ. ഇവിടെ പറയുന്നുണ്ട് P0 8% ആർ ഡിഫക്റ്റീവ്, അതായത് 0.08 ആണ്. സോ വി ആർ ടെസ്റ്റിംഗ് H0 P = 0.08 എഗെയിൻസ്റ്റ് HA ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് നോക്കുക.
അപ്പം ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ഹിസ് ക്ലെയിമിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യുക. എന്താണ് ക്ലെയിം? ഹി ക്ലെയിംസ് ദാറ്റ് ഹിസ് മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് ബോൾസ് ഓഫ് വിച്ച് 8% ഈസ് ഡിഫക്റ്റീവ്. 8% ബോൾസും ഡിഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് ക്ലെയിം. അതായത് ഹി ക്ലെയിംസ് ദാറ്റ് 8% P is equal to P0 എഗെയിൻസ്റ്റ് നമ്മൾ ക്ലെയിം വാലിഡിറ്റി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെറുതെ P not equal to P0 എടുത്താൽ മതി. കാരണം എന്താണ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്ലെയിം ഈക്വൽ ടു 0.8 ആണെന്നുള്ളത് ശരിയോ തെറ്റോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, അറ്റ്മോസ്റ്റ് ആണോ, അറ്റ്ലീസ്റ്റ് ആണോ, മോർ ആണോ, ലെസ് ആണോ എന്നൊന്നും അറിയണ്ട. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്ലെയിം വാലിഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് വി ഹാവ് ടു ടേക്ക് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് P not equal to 0.08. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. P not equal to 0.8 അത് 2 tailed ആണ്. ഞാൻ പറഞ്ഞ പോലെ നോട്ട് ഈക്വൽ ടു വരുമ്പോൾ ആ ടെസ്റ്റിന് നമ്മൾ 2 tailed ടെസ്റ്റ് എന്ന് പറയും. ഇനി നമുക്ക് നമ്മുടെ സാമ്പിളിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് നോക്കുക. സാമ്പിളിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 400. സോ n ഈസ് ഈക്വൽ ടു 400. പിന്നെ നമുക്ക് ആക്ച്വലി പ്രൊപ്പോഷൻ്റെ കേസിൽ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ പി ക്യാപ്പാണ്. അതായത് സാമ്പിൾ പ്രൊപ്പോഷനാണ്. അതായത് ഡിഫക്റ്റീവ് ഐറ്റം സാമ്പിളിൽ നിന്നും എടുക്കുന്ന ഡിഫക്റ്റീവ് ഐറ്റത്തിൻ്റെ പ്രോബിലിറ്റി എന്താണെന്നാണ്. അത് നമുക്കിവിടെ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസും അതിൽ എത്ര എണ്ണം ഡിഫക്റ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സാമ്പിൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. സാമ്പിൾ പ്രൊപ്പോഷൻ, അതായത് പ്രൊപ്പോഷൻ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ ദ സാമ്പിൾ വേർ ടോട്ടൽ 400 items ആർ ദർ, 30 ആർ ഡിഫക്റ്റീവ്. അപ്പോൾ നമുക്ക് പി ക്യാപ്പ് ഇവിടെ കണ്ടുപിടിക്കണം. പി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 400 items തന്നിട്ടുണ്ട്, അതിൽ 30 ആർ ഡിഫക്റ്റീവ് എന്ന് പറയുന്നു. അതായത് 3/40 എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പി ക്യാപ്പ്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് പി ക്യാപ്പ് സാമ്പിൾ പ്രൊപ്പോഷൻ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ഐറ്റവും അതിലെത്ര ഹാപ്പനിങ് ഓഫ് ദ ഈവൻറ്റും തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സാമ്പിളിൻ്റെ പ്രൊപ്പോഷൻ കണ്ടുപിടിക്കുക. പിന്നെ സാമ്പിൾ സൈസുമായി, പിന്നെ ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ നമുക്ക് P0 ഉണ്ട് 0.08. ഇനി നമുക്ക് വേണ്ടത് Q0 ആണ്. അത് നമുക്ക് 1 - 0.08 ആണ്. അത് 0.02 ആണ്. നിങ്ങൾക്ക് റിക്വയർഡ് ഡാറ്റ എല്ലാം ആയി. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കറിയാം ഇവിടെ N400 ആയതുകൊണ്ട് വി ആർ യൂസിങ് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഫോർ 2 tailed ടെസ്റ്റ്. ലാർജ് സാമ്പിൾ 2 tailed ടെസ്റ്റാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം സിംഗിൾ പ്രൊപ്പോഷൻ്റെ കേസിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ എഴുതുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് Z is equal to ഞാൻ പറഞ്ഞ പോലെ പി ക്യാപ്പ് മൈനസ് P0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P0 Q0 ഡിവൈഡഡ് ബൈ n. അതായത് പി ക്യാപ്പ് നമുക്കറിയാം. അത് നിങ്ങൾ ആ ഡെസിമൽ ആക്കണ്ട, ലാസ്റ്റ് മാത്രം റൗണ്ട് ചെയ്താൽ മതി. ആക്ച്വൽ വാല്യൂ തന്നെ കൊടുക്കുക 3/40, അല്ലെങ്കിൽ കുറച്ച് വേരിയേഷൻ വരാം വാല്യൂസിൽ. P0 നമുക്കറിയാം 0.08 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P0 Q0 0.08 × 0.02 ഡിവൈഡഡ് ബൈ n. എന്ന് പറയുന്നത് ഇവിടെ 400. സോ ഐ ഹാവ് കാൽക്കുലേറ്റഡ് ദിസ് ആൻഡ് ഗോട്ട് ദ ആൻസർ ആസ് -2.5. അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ Z ആൽഫ ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ നമ്മൾ ആൽഫ എന്താണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൽഫയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആൽഫ പർട്ടിക്കുലർ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആൽഫ യൂഷ്വലി നമ്മൾ 5% ആണ് എടുക്കുക. അപ്പോൾ നിങ്ങളവിടെ ആൽഫ ഈസ് ഈക്വൽ ടു 5% എന്ന് എടുക്കുക. പിന്നെ അത് 2 tailed ടെസ്റ്റ് ആണെന്ന് നമുക്കറിയാം. 2 tailed ടെസ്റ്റാണ്, 5% ആണ്. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാവുന്നതായിരിക്കും നല്ലത്. Z alpha by 2 ആണ്. Z alpha by 2 for 2 tailed test is given by 1.96 corresponding to 5%. എന്നാൽ ടേബിളിൽ നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുന്നു. ആ കർവിൽ നമുക്ക് 0 വാല്യൂ എടുക്കുന്നു. അപ്പോൾ ഈ 5% 2 tailed ആയതുകൊണ്ട് 2 tailലുമായിട്ട് 5% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് 5% എന്ന് പറഞ്ഞാൽ 0.05, അതിൻ്റെ ഹാഫ് ആയിട്ട് ഇവിടെ 0.025 ഏരിയയും ഇവിടെ 0.025 ഏരിയയും നമ്മൾ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ റീജിയനെയാണ്, ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റീജിയനാണ് നമ്മുടെ റിജക്ഷൻ റീജിയൻ. ഓക്കെ, ദിസ് ഈസ് അവർ റിജക്ഷൻ റീജിയൻ. ഇവിടെയും നമുക്ക് റൈറ്റിലും നമുക്ക് റിജക്ഷൻ റീജിയൻ ഉണ്ട്, കാരണം ഇത് 2 tailed ആയതുകൊണ്ട്. ഇനി നമ്മുടെ ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിലെയും സെൻറ്ററിൽ കിടക്കുന്ന ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ ആക്സെപ്റ്റൻസ് റീജിയൻ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആക്സെപ്റ്റൻസ് റീജിയൻ. ബാക്കി 2 എൻഡിലും റിജക്ഷൻ റീജിയനും വരുന്നു. ഇനി ആക്സെപ്റ്റൻസ് റീജിയനിൽ റിജക്ഷൻ റീജിയനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈൻസാണ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ. ഇതിന് നമുക്ക് 2 tailed ആയതുകൊണ്ട് Z∝/2 എന്നും ലെഫ്റ്റിൽ വരുന്ന വാല്യൂ Z-Z∝/2. ഇത് നമ്മൾ കണ്ടുപിടിച്ചു 1.96, ഇത് -1.96. ഇത് ബൈ ഹാർട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ടേബിൾ വെച്ച് നിങ്ങൾക്ക് നോർമൽ ടേബിൾ വെച്ചിട്ട് ഈ Z∝/2 5%, 0.025 ഏരിയ റൈറ്റിൽ വരുന്ന രീതിയിലുള്ള Z∝/2 കണ്ടുപിടിക്കുക. അത് പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റിജക്ഷൻ റീജിയൻ ഏതാണെന്ന് മനസ്സിലായി, ആക്സെപ്റ്റൻസ് റീജിയൻ ഏതാണെന്നും മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് Z∝/2 കിട്ടി, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും കിട്ടി. ഇനി ഫൈനൽ ഡിസിഷനാണ്, അതായത് ഇസഡും Z∝/2 തമ്മിൽ കമ്പയർ ചെയ്യുക. അതായത് ഇസഡിൻ്റെ വാല്യൂ -2.5ഉം ക്രിട്ടിക്കൽ വാല്യൂ ഓർ Z∝/2 1.96ഉമാണ്. അപ്പോൾ ഈ -2.5 എവിടെയാണ് ലൈ ചെയ്യുന്നത് നമ്മൾ കർവിൽ നോക്കുക. -2.5 എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ടെയിലിൽ Z∝/2യുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും അല്ലേ? കാരണം നമ്മൾ 2 tailed ആയതുകൊണ്ട് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2 സൈഡിലുണ്ട്. 1.96ഉം -1.96ഉം 2 സൈഡിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇസഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ലൈ ചെയ്യുന്നത് ഈ 2 വാല്യൂസിൻ്റെയും ഇടയ്ക്കുള്ള ആക്സെപ്റ്റൻസ് റീജിയനിലാണോ അതോ ലെഫ്റ്റിലെ ടെയിലാണോ റൈറ്റ് ടെയിലാണോ എന്ന് നോക്കുക. അപ്പോൾ -2.5 എന്ന് പറഞ്ഞാൽ -1.96നേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അത് ഈ ലെഫ്റ്റ് ടെയിലായിട്ടാണ് ആ വാല്യൂ കിടക്കുക. അതായത് അത് ആ റിജക്ഷൻ റീജിയനിലാണ് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ ഇവിടെ ലൈ ചെയ്യുന്നത്. അതായത് ഹിയർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ലൈ ഇൻ ദ റിജക്ഷൻ റീജിയൻ. ഓക്കെ, റിജക്ഷൻ റീജിയൻ, അതായത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിൻ്റെ വാല്യൂ റിജക്ഷൻ റീജിയനിലാണ്, -2.5 റിജക്ഷൻ റീജിയൻ ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഫൈനൽ ഡിസിഷൻ? വി റിജക്റ്റ് H0. ഓക്കെ, സോ വി റിജക്റ്റ് H0 മീൻസ് വി ആക്സെപ്റ്റ് HA എന്നുള്ളതാണ്. നമ്മൾ H0 റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ HAനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് നമ്മുടെ HA? HA ഈസ് P not equal to 0.8. അതായത് we will accept the concept that P not is equal to 0.08. അതായത് അദ്ദേഹത്തിൻ്റെ ക്ലെയിം എന്തായിരുന്നു? P is equal to 0.08 എന്നായിരുന്നു ക്ലെയിം. സോ ദ ക്ലെയിം ഈസ് ഇൻവാലിഡ്. കാരണം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് ആക്സെപ്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ദ ക്ലെയിം ഈസ് ഇൻവാലിഡ്. ഓക്കെ, താങ്ക് യു.